ദുഃഖം നിന്നിലാണ്, ദുഃഖകാരണവും നിന്നിൽ തന്നെ, ദുഃഖത്തിൽ നിന്നും സന്തോഷത്തിലേക്കുള്ള വഴിയും നിന്നിൽ തന്നെ. നിങ്ങൾ മറ്റുള്ളവർക്ക് എന്ത് നൽകുന്നുവോ അതുതന്നെ നിങ്ങൾക്ക് തിരിച്ചും കിട്ടും. അത് സ്നേഹമോ വഞ്ചനയോ ബഹുമാനമോ എന്തുമായിക്കൊള്ളട്ടെ. നിങ്ങളെ മനസ്സിലാക്കാത്തവർ എപ്പോഴും നിങ്ങൾക്കൊപ്പം ഉണ്ടാവുകയില്ല. നിങ്ങളെ മനസ്സിലാക്കിയവർ ആരും തന്നെ ഒരിക്കലും നിങ്ങളെ വിട്ടു പോവുകയുമില്ല. ആളുകൾ ഇഷ്ടപ്പെടാൻ വേണ്ടി മാത്രം നിങ്ങൾ മാറരുത്. നിങ്ങൾ നിങ്ങളായിരിക്കുക. ശരിയായ ആളുകൾ യഥാർത്ഥമായ നിങ്ങളെ ഇഷ്ടപ്പെടും. ജീവിതം നശിക്കാതെ ഇരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട 6 കാര്യങ്ങൾ. 1. കിട്ടുന്ന വരുമാനം 1 രൂപയാണെങ്കിലും അതിൽ ഒരു ഭാഗം സമ്പാദ്യമായി മാറ്റിവെക്കാൻ ശ്രമിക്കുക. 2. ഏറ്റവും പ്രിയപ്പെട്ടവരും ചെലവഴിക്കാൻ സമയം മാറ്റിവെക്കുക. 3. കഠിനാധ്വാനം കഴിയുന്ന പോലെ ചെയ്തുകൊണ്ടേയിരിക്കുക. 4. മറ്റുള്ളവരുടെ ജീവിതത്തിൽ സ്വന്തം ജീവിതം താരതമ്യം ചെയ്യാതിരിക്കുക. 5. നമ്മുടെ കുറവുകൾ ഓർത്ത് സങ്കടപ്പെടാതെ നമ്മളെക്കാൾ പ്രയാസമുള്ളവരെക്കുറിച്ച് ഓർക്കുക. 6. അനാവശ്യമായി പണം ധൂർത്തടിക്കരുത്. അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും. നുണ പറഞ്ഞ് എന്തെങ്കിലും നേടാൻ നിങ്ങൾ ആഗ്രഹിക്കരുത്. അതിൽ നിന്നുണ്ടാകുന്ന ആനന്ദം അധികകാലം നിലനിൽക്കില്ല. ഇന്ന് നിങ്ങളെ എന്താണോ ദുഃഖിപ്പിച്ചത് അത് നാളെ നിങ്ങളെ ശക്തനാക്കും. ഏറ്റവും ചെറിയ വിത്തിൽ പോലും സൂര്യനിലേക്ക് എത്തണമെന്ന തീരുമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റവും കാഠിന്യമേറിയ പാറയ്ക്ക് പോലും വഴി കൊടുക്കേണ്ടി വരും. ഓർമ്മ വെക്കുക, ഇച്ഛാശക്തി ഉള്ളിടത്ത് ജീവിതമുണ്ട്. ഏതു സാഹചര്യത്തിലും ജീവിക്കാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ എന്തും സഹിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടാകൂ. അർത്ഥശൂന്യമായ 1000 വാക്കുകളേക്കാൾ മികച്ചതാണ് ആശ്വാസം നൽകുന്ന ഒരു വാക്ക്. നിങ്ങൾക്കറിയാത്ത സ്ത്രീകളുടെ പ്രത്യേക കഴിവുകളാണ്. ഒരു ദിവസത്തിൽ 8000-ലധികം വാക്കുകൾ സ്ത്രീകൾ സംസാരിക്കും. 2. അവർക്ക് ഒരു സമയത്ത് 2 കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ട്. 3. കാര്യങ്ങളെ ലോജിക്കായി ചിന്തിക്കാനുള്ള കഴിവുണ്ട്. 4. അവർക്ക് പുരുഷന്മാരേക്കാൾ കേൾവിശക്തി കൂടുതലാണ്. 5. രുചി കൃത്യമായി അറിയാൻ അവർക്ക് കഴിയും. 6. സ്ത്രീകളുടെ കഴുത്ത് കൂടുതൽ ഫ്ലെക്സിബിളാണ്. നിങ്ങൾ ദുഃഖിച്ചിരിക്കുമ്പോൾ ജീവിതം നിങ്ങളെ നോക്കി കളിയാക്കും. നിങ്ങൾ സന്തോഷിക്കുമ്പോൾ ജീവിതം നിങ്ങളെ നോക്കി ചിരിക്കും. എന്നാൽ നിങ്ങൾ മറ്റുള്ളവരുടെ സന്തോഷത്തിന് കാരണമാകുമ്പോൾ ജീവിതം നിങ്ങളെ സല്യൂട്ട് ചെയ്യുകയും ചെയ്യും. ചുറ്റും നോക്കിയാലും മുന്നോട്ടു പോകാൻ ആവില്ല. വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഉണ്ടാകും. നേരെ മാത്രം നോക്കുക, ലക്ഷ്യം അവിടെയാണ്. നമ്മൾ കാണുന്ന സ്വപ്നങ്ങളും അവിടെ തന്നെയാണ്. നിങ്ങൾ ആർക്കെങ്കിലും അവർ ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ കരുതലും സ്നേഹവും കൊടുത്താൽ നിങ്ങൾ വിചാരിക്കുന്നതിൽ കൂടുതൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും. നിയന്ത്രിക്കാൻ ആകാത്ത കാര്യങ്ങൾ ജീവിതം നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നു. എന്നാൽ അതിലൂടെ എങ്ങനെ ജീവിക്കണം എന്നുകൂടി ജീവിതം നിങ്ങളെ പഠിപ്പിക്കും. ദേഷ്യത്തിലായിരിക്കുമ്പോൾ പ്രതികരിക്കരുത്. സന്തോഷത്തിലായിരിക്കുമ്പോൾ വാഗ്ദാനം നൽകരുത്. ദുഃഖിച്ചിരിക്കുമ്പോൾ തീരുമാനങ്ങൾ എടുക്കരുത്. അറിവിനേക്കാൾ മഹത്തരമാണ് മനസ്സിലാക്കൽ. നിങ്ങളെക്കുറിച്ച് അറിഞ്ഞവർ ഏറെയുണ്ടാവും, മനസ്സിലാക്കിയവർ അപൂർവവും. പണ്ഡിതനായാലും അല്ലെങ്കിലും സ്വയം മഹാനാണെന്ന് ഭാവിച്ച് മറ്റുള്ളവരെ പുച്ഛിക്കുന്നവൻ മെഴുകുതിരിയുമായി നടക്കുന്ന അന്ധനെപ്പോലെയാണ്. അയാൾക്ക് കണ്ണു കാണില്ല, മറ്റുള്ളവർക്ക് വെളിച്ചം നൽകും. ഒരിക്കൽ നിങ്ങൾ പിറകോട്ട് നോക്കുകയും യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളെ ഒരുപാട് അലോസരപ്പെടുത്തിയ കാര്യങ്ങൾ നിസ്സാരമായിരുന്നു എന്ന് തിരിച്ചറിയും. ഈ 5 വിഭാഗം ആളുകൾ ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധ്യത കുറവാണ്. 1. നല്ല കാര്യങ്ങളിൽ പോലും നെഗറ്റീവ് കണ്ടെത്തി അതിനെപ്പറ്റി പറയുന്നവർ ജീവിതത്തിൽ വിജയിക്കാൻ സാധ്യത കുറവാണ്.
2. ഈ നാട് എനിക്ക് പറ്റിയതല്ല, ഇവിടെയുള്ള ആളുകൾ ഒന്നും ശരിയല്ല എന്ന് പറയുന്നവർക്ക് വിജയിക്കാൻ സാധിക്കുകയില്ല. 3. നമ്മളോട് ആരെങ്കിലും നീ ഒരിക്കലും നന്നാവില്ല എന്ന് പറഞ്ഞാൽ ഓർക്കുക, അത് എനിക്കല്ല അയാൾക്കാണ് സംഭവിക്കുന്നത് എന്ന്. ഞാൻ അറിയുന്ന 2 പേർ മാറി സംസാരിക്കുകയാണെങ്കിൽ വെറുതെ ഊഹിച്ച് ഡിസ്ലൈക്ക് അവർ തന്നെ കുറ്റം പറയുന്നത് എന്ന് കരുതരുത്. പരിഗണിക്കുക എന്നാൽ ഹൃദയത്തിൽ ഒരിടം നൽകുക എന്നാണർത്ഥം. ഒരാൾക്ക് ഈ ലോകത്ത് വെച്ച് നൽകാവുന്നതിൽ ഏറ്റവും മൂല്യമേറിയ സമ്മാനങ്ങളിൽ ഒന്നാണത്. അസൂയാലുക്കളായ ആളുകളെ നിങ്ങൾ വെറുക്കരുത്. അവർ അസൂയപ്പെടുന്നതിനുള്ള കാരണം നിങ്ങൾ അവരിൽ നിന്നും കൂടുതൽ മെച്ചപ്പെട്ടവരാണെന്ന് അവർ ചിന്തിക്കുന്നത് കൊണ്ടാണ്. മറ്റൊരാളെ എറിയാൻ കയ്യിൽ കനൽ സൂക്ഷിക്കുന്ന പോലെയാണ് മനസ്സിൽ ദേഷ്യം സൂക്ഷിക്കുന്നത്. സ്വയം പൊള്ളിക്കാനേ അത് ഉപകരിക്കൂ. ആരെയും പെട്ടെന്ന് സ്നേഹിക്കരുത്. ആരെയും പെട്ടെന്ന് വിശ്വസിക്കരുത്. ആരെയും പെട്ടെന്ന് വിലയിരുത്തരുത്. ഒന്നിൽ നിന്നും പെട്ടെന്ന് പിന്തിരിയരുത്. ഒരുപാട് പ്രതീക്ഷിക്കരുത്. ഒരുപാട് സംസാരിക്കരുത്. സ്നേഹിക്കുക എന്നാൽ നിങ്ങളുടെ ഹൃദയത്തെ ദുർവിനിയോഗം ചെയ്യാൻ ആരെയും അനുവദിക്കാതിരിക്കുക. വിഷമങ്ങൾ നേരിടുമ്പോൾ ക്ഷമയാണ് ധീരത. നിരാശയുടെ ഇരുൾമുറിയിൽ തളർന്നിരിക്കാതെ പ്രതീക്ഷയുടെ വെളിച്ചത്തിലേക്ക് മനസ്സിനെ ജയിക്കുക. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങളെ ആരും ബഹുമാനിക്കില്ല. അതായത് 1. മുഖത്ത് പുഞ്ചിരി വിടർത്തി ആത്മവിശ്വാസം പുലർത്തുക. 2. ആളുകളെ കാണാത്ത പോലെ നടക്കരുത്. അവരുടെ കണ്ണുകളിലേക്ക് നോക്കുക. 3. മറ്റൊരാളെ കീഴ്പ്പെടുത്താനുള്ള കഴിവുണ്ടാവണം. അതൊന്നു കരുതി അങ്ങനെ ചെയ്യുകയും അരുത്. നാളെ നിങ്ങളെ ബഹുമാനിക്കുന്നവരെ ബഹുമാനിക്കുക. അല്ലാത്തവർക്ക് ഒരിക്കലും ബഹുമാനം നൽകരുത്. 5. ആരെങ്കിലും നിങ്ങളോട് മോശമായി പെരുമാറുന്നു എങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. ഒന്നിനും തിരക്ക് കൂട്ടരുത്. സമയമാകുമ്പോൾ അത് സംഭവിക്കും. തൻ്റെ മുൻപിൽ മധുരമായി സംസാരിക്കുകയും അല്ലാത്തപ്പോൾ തനിക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന സുഹൃത്തുക്കളെ ഒഴിവാക്കണം. അവർ മുകളിൽ മാത്രം പാലുള്ള വിഷക്കുംഭം പോലെയാണ്. ഒരാളുടെ മനസ്സ് പവിത്രമാണെങ്കിൽ അയാളുടെ ചുറ്റുപാടുകളും പവിത്രമാകും. പോയതിനേക്കാൾ എത്രയോ സുന്ദരമാണ് വന്നതും വരാനിരിക്കുന്നതും. എവിടെയൊക്കെയോ നീ തോറ്റു എന്ന് കരുതി നീ വിഷമിക്കേണ്ട. കറുത്ത കൽക്കരിക്ക് വെട്ടിത്തിളങ്ങുന്ന വജ്രമായി മാറാനും ഒരു സമയമുണ്ട്. കൂട്ടം ആളുകൾ ഇരിക്കുകയും അതിൽ ആരാണ് നിങ്ങളെ നോക്കി ചിരിക്കുന്നത്, ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നാണർത്ഥം. പാമ്പുകൾ അവയുടെ പടം പൊഴിക്കുന്നത് പോലെ നിങ്ങളുടെ ഭൂതകാലത്തെയും നിങ്ങളിൽ നിന്ന് അടർത്തി മാറ്റുക. നിങ്ങൾ എപ്പോഴും രഹസ്യമായി സൂക്ഷിക്കേണ്ട 5 കാര്യങ്ങൾ. 1. നിങ്ങളുടെ ബലഹീനതകൾ ഒരിക്കലും മറ്റാരുമായി പങ്കുവെക്കരുത്. 2. ഒരിക്കലും നിങ്ങളുടെ സമ്പാദ്യത്തെക്കുറിച്ചും സമ്പത്തിനെക്കുറിച്ചും വീമ്പ് പറഞ്ഞു നടക്കരുത്. 3. നിങ്ങളുടെ വീഴ്ചകളും പരാജയങ്ങളും ആവശ്യമില്ലാത്തവരോട് പങ്കുവെക്കാതിരിക്കുക. 4. നിങ്ങളുടെ അടുത്ത് നീക്കങ്ങൾ എപ്പോഴും രഹസ്യമായി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. 5. നിങ്ങളുടെ ഭാവി കാര്യങ്ങൾ ഒരിക്കലും ആരോടും പറഞ്ഞു നടക്കരുത്. യഥാർത്ഥ സമ്പന്നൻ കൈനിറയെ പണമുള്ളവനല്ല, മനസ്സ് നിറയെ സമാധാനമുള്ളവനാണ്. ക്ഷമിക്കാനുള്ള കഴിവ് ഹൃദയവിശാലതയുടെ അടയാളമാണ്. ക്ഷമ ചോദിക്കാനുള്ള മനസ്സ് നന്മയുടെ ലക്ഷണമാണ്. പക്ഷേ ഇവ രണ്ടിനുമിടയിൽ തടസ്സമാകുന്നത് ഒരു മൂല്യവുമില്ലാത്ത ദുരഭിമാനവും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.